ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ബീട്രൂട്ട് പച്ചടിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തീറ്റ കുഞ്ഞായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അത് ഞാനിപ്പോൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പോളം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്, അതുകൊണ്ട് അത് വേകാനായിട്ട് കുറച്ച് വെള്ളം വേണം. അതുകൊണ്ട് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കത് അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങയോളം എടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ ബീട്രൂട്ട് നമ്മൾ വേവിക്കാൻ വെച്ചതൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങയുടെ ആ പച്ച മണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചതിന് ശേഷമാണ്, സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യും. ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ഒരു വിസ്ക് കൊണ്ട് നന്നായിട്ട് നുടച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ആ തൈര് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇരിക്കുകയാണ്. ആ ചട്ടിയുടെ ചൂടിൽ തന്നെ കിടന്ന് ഇതൊന്ന് റെഡിയായിക്കോളും. അല്ലെങ്കിൽ ഈ തൈര് നമ്മൾ ചേർത്ത് കഴിഞ്ഞ് ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഗ്യാസ് ഓഫ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇപ്പോൾ ഇതിന് ഉപ്പ് കുറവായിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് താളിച്ച് ചേർക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഇപ്പോൾ ഒരു പാത്രം വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയും കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്.